രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോണ്ടം ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമുൻ നേതാവ് അസദുദ്ദീൻ ഒവൈസി. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാണ് കൂടുതൽ കുട്ടികളുള്ളത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ തന്നെ ഡാറ്റ പറയുന്നത് മുസ്ലിം ജനനിരക്ക് വലിയ തോതിൽ കുറയുന്നുവെന്നാണെന്ന് ഒവൈസി ചൂണ്ടിക്കാട്ടി. ഹിന്ദുക്കൾക്കിടയിൽ വെറുപ്പ് പടർത്തുകയാണ് മോദിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മോദി പറയുന്നു മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികളുണ്ടെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ സർക്കാർ നടത്തിയ പുറത്തുവിട്ട കണക്കുകൾ തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ ജനനിരക്ക് വളരെ കുറഞ്ഞെന്നാണ്. മുസ്ലിങ്ങൾ കോണ്ടം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണെന്നും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഭൂരിപക്ഷമാകുമെന്ന് നുണ പറയുകയാണ് പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് പിടിച്ചെടുത്ത് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്ന വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ സമ്പത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പുനർവിതരണം നടത്തും. രാജസ്ഥാനിലെ ഒരു റാലിയിലാണ് അദ്ദേഹം ഇത് പ്രസ്താവിച്ചത്. 2006 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രാജ്യത്തിന്റെ വിഭവങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നെന്നും മോദി പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സ്ത്രീകളുടെ താലിയും സ്ത്രീധനവുമെല്ലാം പിടിച്ചെടുത്ത് വിതരണം ചെയ്യുമെന്ന് പറയുന്നതായും മോദി പ്രസ്താവിച്ചു. മോദിയുടെ ഈ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസും ഇതര പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ലാത്ത കാര്യം മോദി പ്രചരിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ ഇടപെടലുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തിയിരുന്നു. മോദി നടത്തിയ വിവാദ പ്രസംഗത്തിൽ പക്ഷേ നോട്ടീസ് ലഭിച്ചത് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കായിരുന്നുവെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ചരിത്രത്തിലാദ്യമായാണ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് വ്യക്തികൾക്ക് പകരം സംഘടനയ്ക്ക് നോട്ടീസ് അയക്കുന്നത്. അടുത്തിടെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പരാതി വന്നപ്പോൾ അവർക്ക് നേരിട്ട് നോട്ടീസ് അയക്കുകയാണ് കമ്മീഷൻ ചെയ്തത്. പ്രധാനമന്ത്രിക്കെതിരെ നേരത്തെയും പരാതികൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും അദ്ദേഹത്തിന് കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും ശ്രദ്ധേയമാണ്. ഇത്തവണ രാഹുലിനെതിരായ പരാതിയിൽ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയ്ക്കാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഹുൽ പ്രധാനമന്ത്രിക്കെതിരെ നിന്ദ്യമായ പ്രസ്താവനകൾ നടത്തി എന്നതായിരുന്നു പരാതി. CPM, CPI, ML എന്നീ സംഘടനകളുടെ പരാതിയിലാണ് നദ്ദയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂടാതെ നോട്ടീസിൽ വിശദീകരണം നൽകണമെന്നും നോട്ടീസ് ആവശ്യപ്പെട്ടിരുന്നു. പൊതുസമൂഹത്തിന്റെ സ്വത്തുക്കൾ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു മോദിയുടെ പ്രസംഗം. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അവർ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകർ ഉത്തരവാദിത്വം കാണിക്കണമെന്നും നദ്ദയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും വിവാദ പരാമർശം ഉന്നയിച്ചിരുന്നു. ഇന്ത്യൻ രാജാക്കന്മാർ രാജ്യത്തോട് ക്രൂരതകൾ ചെയ്തുവെന്ന് പറയുന്ന രാഹുലിന് നവാബ്, നിസാം, സുൽത്താൻ, ബാദുഷാ എന്നിവരെക്കുറിച്ച് വിമർശിക്കാൻ ഒന്നുമില്ലെന്നും മോദി പറഞ്ഞു. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത മുഗൾ രാജാക്കന്മാരെയും ഔറംഗസേബിനെയും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഒരിക്കലും വിമർശിച്ചിട്ടില്ലെന്നും മോദി പറഞ്ഞു. കർണാടകയിലെ ബലഗാവിയിൽ ഞായറാഴ്ച നടന്ന BJP റാലിയിലാണ് മോദിയുടെ ഈ പരാമർശം. ഛത്രപതി ശിവാജി മഹാരാജ്, റാണി ചിന്നമ്മ തുടങ്ങിയ മഹത് വ്യക്തികളെ രാഹുൽ ഗാന്ധി അപമാനിക്കുകയാണ് ചെയ്തതെന്നും മോദി ആരോപിച്ചു. ശിവാജി അടക്കമുള്ളവരുടെ ഭരണവും രാജ്യസ്നേഹവും നമ്മെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ട്. നാം എല്ലാവരും അഭിമാനിക്കുന്ന മൈസൂർ രാജകുടുംബം രാജ്യത്തിന് നൽകിയ സംഭാവന എത്രമാത്രമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ എന്നും മോദി ചോദിച്ചു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിർമ്മിക്കാൻ ബനാറസ് രാജാവാണ് സഹായിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചതിനു ശേഷം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം രാജാക്കന്മാരുടെ ഭരണം അസഹനീയമായ കാലമുണ്ടായിരുന്നു ഇന്ത്യയിൽ. സാധാരണ ജനങ്ങളുടെ ഭൂമിയും സ്വത്തും രാജാക്കന്മാർ തട്ടിയെടുത്തിരുന്നു. പക്ഷെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇത്തരം വ്യവസ്ഥകളിൽ മാറ്റമുണ്ടായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതാവിന്റെ പരാമർശം രജപുത്ര സമുദായത്തെ അപമാനിക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും BJP നേതാവ് അമിത് മാളവ്യ ആവശ്യപ്പെട്ടിരുന്നു.